ശങ്കർ കമലഹാസൻ കൂട്ടുകെട്ടിൽ ഉടൻ തന്നെ തിയേറ്ററുകളിൽ റിലീസാകാൻ പോകുന്ന സിനിമ. നമസ്കാരം, എൻ്റെ പേര് വിഷ്ണു. എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ 2 സീറോ ടോളറൻസ് എന്ന സിനിമ ജൂലൈ 12 തിയേറ്ററിലേക്ക് വരാൻ പോവുകയാണ്. എത്ര പേര് സിനിമ കാണാൻ എക്സൈറ്റഡ് ആണ്, എത്ര പേര് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്ക് പോകുന്നുള്ള കാര്യം തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. സോ വാട്ട് ടു എക്സ്പെക്ട് ഫ്രം ദിസ് മൂവി? ഈ സിനിമയിൽ നമ്മൾ എന്താണ് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്? അതുമാത്രമല്ല, ഈ സിനിമയെക്കുറിച്ച് അറിയാത്ത ഒരുപാട് അണിയറ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമ റിലീസാവുന്നതിന് മുമ്പ് നടന്നിട്ടുണ്ട്. എത്ര പേർക്കറിയാം ഈ സിനിമ ആക്ച്വലി 2017 സ്റ്റാർട്ട് ചെയ്തൊരു സിനിമയാണെന്നും ഒരുപാട് കാര്യങ്ങൾ കൊണ്ടാണ് ഈ സിനിമ 2024 വരെ നീണ്ടുപോയെന്നുള്ള കാര്യം എത്ര പേർക്കറിയാം? അഫ്കോഴ്സ് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അറിയാത്തവർ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണുക. 1996 വന്ന ഇന്ത്യൻ എന്ന സിനിമയുടെ ഒരു ലെജൻഡറി സിനിമയുടെ സെക്കൻഡ് പാർട്ടാണ് ഇന്ത്യൻ 2 സീറോ ടോളറൻസ് എന്ന സിനിമ. ഈ സിനിമ ആക്ച്വലി 2017 സ്റ്റാർട്ട് ചെയ്തൊരു സിനിമയായിരുന്നു. ആ സമയത്ത് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ വന്നിരുന്നത് നോക്കുകയാണെങ്കിൽ ശ്രീ വെങ്കടേശ്വര ക്രിയേഷൻ എന്നൊരു പ്രൊഡക്ഷൻ ഹൗസ് ആയിരുന്നു. ഈ സിനിമയുടെ ബഡ്ജറ്റ് ഒരുപാട് കൂടുതലായിരുന്നുകൊണ്ട് തന്നെ അവർ പിന്മാറുകയും ഈ സിനിമ ഡ്രോപ്പായി, ഈ സിനിമ ഷെൽഫ് ചെയ്യപ്പെട്ടു എന്നുള്ള വാർത്തകൾ കേൾക്കുകയും ചെയ്തിരുന്നു. ഞാനൊരു +2 പഠിക്കുന്ന സമയത്താണ് ഈ സിനിമയുടെ അനൗൺസ്മെൻറ്റും ഈ സിനിമയുടെ ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ നടന്നിരുന്നത്. സോ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ സിനിമ ഷെൽഫ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞ സമയത്ത് തന്നെയാണ് ശങ്കർ, ഈ സിനിമ ഡയറക്ടർ, അദ്ദേഹം മറ്റുള്ള സിനിമകളിൽ മറ്റുള്ള പ്രോജക്റ്റിലേക്ക് പോവുകയും അദ്ദേഹം ആ സമയത്ത് തന്നെയാണ് രാം ചരണിനെ വെച്ച് ഗെയിം ചേഞ്ചർ എന്നൊരു ഒരു സിനിമ തെലുങ്കിൽ ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് കമലഹാസന് പുറത്ത് വന്നിട്ട് അദ്ദേഹവും മറ്റുള്ള പ്രോജക്റ്റിൽ വിക്രം പോലുള്ള സിനിമകൾ ചെയ്തുകൊണ്ടിരുന്നു. സോ ആ സമയത്താണ് ലൈക്ക പ്രൊഡക്ഷൻസ് അകത്ത് വരികയും അവർ ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ പറയുകയും ചെയ്യുന്നത്. 2019 ലൈക്ക പ്രൊഡക്ഷൻസ് അകത്ത് വരുന്നത്. സോ അങ്ങനെ അവർ വരുന്ന പിന്നെ ഈ പടത്തിൻ്റെ ബഡ്ജറ്റ് ഒരുപാട് വലിയ ബഡ്ജറ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായി. സോ അതുകൊണ്ട് വീണ്ടും 2 വർഷം സിനിമ ഡിലേ ആയി. അതിനുശേഷം കൊറോണ വന്നു. അതിനുശേഷം ഇവരെ ക്രൂ മെമ്പേഴ്സിന് ആക്സിഡൻറ്റ് പറ്റി കുറച്ച് പേര് മരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ വാർത്തകളായിരുന്നു. പിന്നെ നോക്കുകയാണെങ്കിൽ റെഡ് ജയൻറ്റ് മൂവി അകത്ത് വരികയും ഒരു പ്രൊഡ്യൂസറായിട്ട് അകത്ത് വരികയും പിന്നെ ബാക്കിയുള്ള ക്രൂ മെമ്പേഴ്സ് എല്ലാവരും തിരിച്ചു വന്ന് ഈ സിനിമ ഷൂട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് പുറത്തിപ്പം റിലീസിന് ഒരുങ്ങുകയാണ്. സോ ഈ സിനിമയുടെ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ എത്രയാണ് സിനിമ ബഡ്ജറ്റ് എന്ന് പറയുന്നത്? 250 കോടി രൂപ ബഡ്ജറ്റിലാണ് സിനിമ ഒരുങ്ങിയിരിക്കുന്നത്. ഇത് ഈ ഒരു സെക്കൻഡ് പാർട്ടിൻ്റെ മാത്രം പൈസയാണോ അതോ തേർഡ് പാർട്ടിൻ്റെയും കൂടെ പൈസ ചേർത്താണോ ഇത്രയും ബഡ്ജറ്റ് എന്ന് ക്ലിയർ ആയിട്ട് അറിയത്തില്ല. ഏകദേശം 250 കോടി രൂപ ബഡ്ജറ്റിലാണ് ഇപ്പോൾ ഈ സിനിമ ഒരുങ്ങിയിരിക്കുന്നത്. സോ ഈ പടത്തിനൊരു സെക്കൻഡ് പാർട്ടും ഉണ്ട്. ഈ സിനിമയുടെ ഡ്യൂറേഷൻ ഇപ്പോൾ ഈ സിനിമയുടെ ഡ്യൂറേഷൻ നോക്കുകയാണെങ്കിൽ 2 മണിക്കൂർ 30 മിനിറ്റാണ്, 2.5 മണിക്കൂറിൻ്റെ സിനിമയുടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഇതിന് മുമ്പ് നോക്കുകയാണെങ്കിൽ സിനിമ 6 മണിക്കൂർ സിനിമയായിരുന്നു. ഈ സിനിമയുടെ ഡ്യൂറേഷൻ ഒരുപാട് വലുതായത് കൊണ്ടാണ് ഈ സിനിമ 2 പാർട്ടായിട്ട് പിരിച്ചതെന്നുള്ള വാർത്ത അതിൻ്റെ ക്രൂ മെമ്പേഴ്സ് തന്നെ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സിനിമയുടെ ഗാനങ്ങളും അതുപോലെ തന്നെ സിനിമയുടെ ട്രെയിലറും ഒക്കെ പുറത്തിറങ്ങിയത് അത്രയും പ്ലസൻ്റ് ആയിട്ടുള്ളൊരു വരവേൽപ്പായിരുന്നില്ല ഈ സിനിമയ്ക്ക് ലഭിച്ചിരുന്നത്. ഒരു മിക്സഡ് ആയിട്ടുള്ള അഭിപ്രായമായിരുന്നു ഓഡിയൻസിൻ്റെ കയ്യിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരുന്നത്. ഞാൻ തന്നെ ഈ ഒരു ട്രെയിലർ ഡിസപ്പോയിൻമെൻറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ സിനിമയുടെ റിലീസ് അടുക്കും തോറും ഈ സിനിമയ്ക്ക് ഒരു നാച്ചുറലായിട്ടൊരു ഹൈപ്പ് താനെ ക്രിയേറ്റ് ആവുന്നുണ്ട്, ഇല്ലെന്ന് പറയാൻ കഴിയത്തില്ല. സോ നിങ്ങൾ എത്ര പേര് ഹൈപ്പ്ഡാണ് ഈ സിനിമയ്ക്ക് വേണ്ടിയുള്ള കാര്യം തീർച്ചയായിട്ടും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ സിനിമയ്ക്ക് ഒരുപാട് ട്രോളുകളും ഈ സിനിമ ട്രെയിലർ ഇറങ്ങിയ ശേഷം ഒരുപാട് ട്രോളുകൾ വന്നിട്ടുണ്ടായിരുന്നു. കാരണം സേനാപതി എന്ന കഥാപാത്രം 100 വയസ്സിന് പുറത്തുണ്ട്, അദ്ദേഹം എങ്ങനെ ഇതൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞ് ഒരുപാട് ട്രോളുകൾ വന്നിട്ടുണ്ടായിരുന്നു. ശങ്കർ തന്നെ അതിനുള്ള എക്സ്പ്ലനേഷൻ അദ്ദേഹത്തിൻ്റെ പല ഇൻ്റർവ്യൂസിൽ അദ്ദേഹം കൊടുത്തതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞ സിനിമയിലെ ഹ്യൂജ് സ്റ്റാർ കാസ്റ്റ് പറയാതിരിക്കാൻ കഴിയില്ല. നോക്കുകയാണെങ്കിൽ കമലഹാസൻ, സിദ്ധാർത്ഥ്, രാഹുൽ പ്രദീപ് സിംഗ്, ബോബി സിംഹ, വിവേക്, നെടുമുടി വേണു പോലുള്ള വലിയ ആക്ടേഴ്സ് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ വിഷമകരമായൊരു കാര്യം നോക്കുകയാണെങ്കിൽ സിനിമ റിലീസാവാൻ നേരത്ത് നെടുമുടി വേണു സാറും അതുപോലെ തന്നെ വിവേക് സാറും നമ്മോടൊപ്പം ഇല്ല. 2 പേരും നമ്മളെ വിട്ട് പിരിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യൻ 2 എന്ന സിനിമ ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സിനിമ തന്നെയാണെന്നൊരു ഡൗട്ടും ഇല്ല. കാരണം ഈ സിനിമയുടെ ട്രെയിലർ കാണാൻ നേരത്ത് അതിലുള്ള വിഷ്വൽ ബ്യൂട്ടിയൊക്കെ വളരെ നന്നായിട്ട് ശങ്കർ എന്ന ഡയറക്ടറിനെ എടുത്തുകൊണ്ടിരാൻ കഴിഞ്ഞിട്ടുണ്ട്. സോ ഈ ബ്രഹ്മാണ്ഡം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സിലേക്ക്, അല്ലെങ്കിൽ എൻ്റെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ഡയറക്ടർ ശങ്കറാണ്. അതിനുശേഷം മറ്റുള്ള ഡയറക്ടർ എനിക്ക് അധികം വരാറുള്ളൂ. സോ ശങ്കർ അത്രയും നല്ല മെനക്കെട്ട ഒരു സിനിമ തന്നെ ആയിരിക്കും ഇന്ത്യൻ 2. കാരണം അദ്ദേഹം വളരെ കോൺഫിഡൻസ് ആണ്. പല ഇൻ്റർവ്യൂസിലും അദ്ദേഹം കൊടുക്കുന്ന മറുപടികളും അതുപോലെ തന്നെയാണ്. ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹം മാത്രമല്ല, കമലഹാസനും ഈ സിനിമയിൽ വളരെ കോൺഫിഡൻ്റ് ആണ്. സോ അവരുടെ കോൺഫിഡൻസ് കാണുമ്പോൾ തന്നെ നമുക്ക് ഈ സിനിമ കാണാൻ ഒരു വല്ലാത്തൊരു ഒരു ഇൻറ്റൻഷൻ കിട്ടുന്നുണ്ട്, ഇല്ല ഞാൻ പറയുന്നില്ല. സോ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ എന്തിനെ ബേസാണ് പോകുന്നുള്ള കാര്യം നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട്. കറപ്ഷനെ ബേസ് ചെയ്ത് തന്നെയാണ് ഈ സിനിമ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. യെസ്, ഇപ്പോൾ ആ കറപ്ഷൻസിൻ്റെ പുതിയ വഴികൾ വന്നെത്തി. ആ കറപ്ഷനെതിരെ ഈ ഒരു ഇന്ത്യൻ എന്ന കഥാപാത്രം, ഈ 100 വയസ്സിന് പ്രായമുള്ള ഈ ഒരു ഇന്ത്യൻ താത്ത എങ്ങനെ തന്നെ ഫൈറ്റ് ചെയ്യുന്നതിനെ ബേസ് ചെയ്ത് സിനിമ എടുത്തുകൊണ്ടിരാൻ പോകുന്നത്. അതിൽ തന്നെ സിദ്ധാർത്ഥ് അതുപോലെ തന്നെ ബോബി സിംഹ പോലുള്ള കഥാപാത്രങ്ങൾ സിനിമയ്ക്കകത്ത് വരുന്നുണ്ട്. സോ ഈ സിനിമ എന്തിനെ ബേസ് ചെയ്താണ്, എന്തിനാ റൗണ്ട് ചെയ്താണ് സിനിമ എടുത്തുകൊണ്ട് പോകുന്നത് ക്ലിയർ ആയിട്ട് നമുക്ക് ഇതുവരെയും പിടി കിട്ടിയിട്ടില്ല. കാരണം ഇതിനു മുമ്പ് വന്ന സിനിമ നോക്കുകയാണെങ്കിൽ
സമൂഹത്തിൽ നടക്കുന്ന ആ ഒരു എന്താ പറയുക കറപ്ഷനെതിരെ ഒരു വ്യക്തിയുടെ ഫൈറ്റായിരിക്കും. അതായത് അദ്ദേഹത്തിന് പേഴ്സണലായിട്ട് വന്ന ട്രാജഡിയിലും അദ്ദേഹം പ്രതികാരം വീഴ്ത്തിയിട്ടുണ്ടാവും. തൻ്റെ പേഴ്സണൽ ട്രാജഡി, തൻ്റെ മകനെയൊക്കെ കൊന്നൊരു എക്സാമ്പിൾ പോലെ കഥാപാത്രം എടുത്തുകൊണ്ട് പോയിട്ടുണ്ടാവും. മകനാണോ തൻ്റെ രാജ്യമാണോ വലുതെന്ന് പറയുന്നത് രാജ്യത്തിനെ തിരഞ്ഞെടുത്ത പോലെ കഥാപാത്രമായിരിക്കും ഇന്ത്യൻ ഫസ്റ്റിലെ കഥ. അത്ര ഒരു എന്താ പറയുക ഒരു സ്വാതന്ത്ര്യ സമര സേനാനി തൻ്റെ രാജ്യത്തെ കറപ്ഷൻ എടുത്ത് ഫൈറ്റ് ചെയ്ത പോലെ ആ സിനിമ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടാവുക. ഈ സിനിമ ബേസിക്കലി എന്തിനാണ് ബേസിന് പോകുന്നത് ക്ലിയർ ആയിട്ട് നമുക്കറിയത്തില്ല. നമുക്കറിയാവുന്നൊരു കാര്യം കറപ്ഷനെ എതിർത്ത് നിൽക്കുന്ന കഥാപാത്രത്തിൻ്റെ രണ്ടാം വരവെന്ന തലത്തിലാണ് എടുത്തുകൊണ്ട് പോകാൻ പോകുന്നത്. സോ ഈ സിനിമയ്ക്ക് നേരത്തെ പറഞ്ഞ ട്രോളുകൾ കിട്ടിയിട്ടുണ്ട്, ഇല്ല എന്നല്ല. സിനിമയുടെ ട്രെയിലറൊക്കെ വന്ന സമയത്ത് ഒരുപാട് ട്രോളുകളിലേക്ക് സിനിമ പോയിട്ടുണ്ട്. സോ നമുക്ക് എന്ത് തന്നെയാലും തിയേറ്ററിൽ പോയിരുന്ന് കണ്ട് ആസ്വദിക്കാൻ കഴിയുന്ന ഒരു സിനിമ ആയിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു. എത്ര പേര് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്ക് പോകുന്നുണ്ട്, എത്ര പേര് ഇൻട്രസ്റ്റഡ് ആണെന്നുള്ള കാര്യം തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു കാണാൻ കാണാതിരിക്കും. ബൈ.